ഞാനീ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു പെൺകുട്ടി അവളുടെ മുറിയിൽ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് ഒരു 8-9 പേർ കയറി വന്ന്, ഞാൻ നിങ്ങളുടെ ആരാധകനാണ്, എനിക്കൊരു സെൽഫി നൽകാമോ എന്ന് പറഞ്ഞ് അടുത്തുപോയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് തിരിച്ചാരെങ്കിലും ചോദിച്ചാൽ അവരെയും മർദ്ദിച്ച് താഴെയിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വലിച്ചിഴച്ച് സെൽഫി എടുത്താൽ എങ്ങനെയുണ്ടാകും? ഇങ്ങനെ ഒരു സംഭവമാണ് മഹാകുംഭമേളയിൽ സംഭവിച്ചത്. ഇന്റർനെറ്റ് മുഴുവനും വൈറലായിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി, അല്ലല്ല, ജനങ്ങളെല്ലാം ചേർന്ന് വൈറലാക്കിയ പെൺകുട്ടി. വൈറലാക്കിയ അത്ര വേഗതയിൽ തന്നെ എന്തിനാ പെൺകുട്ടി ഇത്രത്തോളം ഒബ്ജക്ട് ചെയ്യുന്നുവെന്നും അറിയില്ല. ഒരു മൃഗത്തെ പോലും ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ ഒരു പെൺകുട്ടിയോട് അങ്ങനെയാണ് പലരും പെരുമാറിയത്. ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി മാല വിൽക്കാനായി വന്നു. എന്നാൽ അവളെ തന്റെ ജോലി ചെയ്യിപ്പിക്കുന്നതിന് പകരം അവളെ ശല്യം ചെയ്യുകയാണ് ഉണ്ടായത്. അവസാനം അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്യണമെന്നറിയാതെ, സ്വന്തം മകളെ സംരക്ഷിക്കാൻ പോലും സാധിക്കാതെ സ്വന്തം നാട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നതും മൊണാലിസ ബോസിലേക്ക് എന്ത് സംഭവിച്ചു. കാണാൻ മൊണാലിസയെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് പലരും അവളെ ഫേമസ് ആക്കി. അതിനുശേഷം എന്ത് സംഭവിച്ചു? സൗന്ദര്യം ചില സന്ദർഭങ്ങളിൽ പലർക്കും ആപത്തായി മാറാറുണ്ട്. മൊണാലിസയുടെ ജീവിതത്തിൽ അവളുടെ സൗന്ദര്യം എങ്ങനെയാണ് അവൾക്ക് ആപത്തായി മാറിയത്? ആദ്യം ഈ മഹാകുംഭമേള എന്താണെന്ന് നമ്മൾ അറിയണം. ഭാരതത്തിന്റെ 4 ദിക്കുകളിൽ 12 വർഷം കൂടുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് കുംഭമേള. അതായത് 4 കുംഭമേളകളുണ്ട്. 4 കുംഭമേളകളും 12 വർഷത്തിൽ ഒരിക്കൽ ആവർത്തിക്കപ്പെടും. എന്നുവച്ചാൽ ഈ 12 വർഷത്തിനിടയിൽ 4 കുംഭമേളകൾ നടക്കും. ശരാശരി 3 വർഷത്തിൽ ഒരിക്കൽ ഒരു കുംഭമേള. അതുകൊണ്ടാണ് 12 വർഷത്തിൽ ഒരിക്കൽ എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടെ കുംഭമേള നടക്കുന്നത്. ഇതിനെ പൂർണ്ണ കുംഭമേള എന്നാണ് പറയുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ പ്രയാഗ്രാജ്, അതായത് പഴയ അലഹബാദ്, ഉജ്ജയിന, നാസി, ഹരിദ്വാർ എന്നീ സ്ഥലങ്ങളിലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. ഇനി രണ്ടാമതുള്ളത് അർദ്ധ കുംഭമേള. 6 വർഷം കൂടുമ്പോൾ ഇത് നടക്കും. ചടങ്ങുകൾ കുറച്ചാണ് ഇതിൽ നടക്കുക. അതായത് പൂർണ്ണ കുംഭമേളയല്ല, പൂർണ്ണ തരത്തിലല്ല നടക്കുക, ചടങ്ങുകൾക്ക് കുറവായിരിക്കും. ഇതാണ് അർദ്ധ കുംഭമേള. ഇനിയാണ് അവസാനമുള്ള മഹാകുംഭമേള. ഈ മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ, അതായത് 11 പൂർണ്ണ കുംഭമേളകൾ പ്രയാഗ്രാജിൽ പൂർത്തിയായി കഴിയുമ്പോൾ 12ാമതായി നടക്കുന്ന പൂർണ്ണ കുംഭമേളയാണ് ഈ മഹാകുംഭമേള. അതുകൊണ്ടാണ് 144 വർഷത്തിനിടയിൽ ഒരിക്കൽ മഹാകുംഭമേള നടക്കുന്നു എന്ന് പറയുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം. അതായത് മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ പ്രയാഗ്രാജിൽ നടക്കുന്നു. പൂർണ്ണ കുംഭമേള 12 വർഷത്തിൽ ഒരിക്കൽ 4 ഇടങ്ങളിൽ നടക്കുന്നു. പ്രയാഗ്രാജിലും ഹരിദ്വാറിലും നാസിക്കിലും ഉജ്ജയിനിയിലും. 6 വർഷം കൂടുമ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നതാണ് അർദ്ധകുംഭമേള. ഇതാണ് കുംഭമേളയുടെ ചരിത്രം. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലുത് മഹാകുംഭമേളയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അത് ഇതിനു മുൻപ് അനുഭവിക്കാൻ ജീവിച്ചിരുന്ന ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ പറയാനും കഴിയില്ല. ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഒരു സന്യാസിക്ക് 129 വയസ്സ് പ്രായമുണ്ട് എന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ ആ സന്യാസിയുടെ ജീവിതകാലത്തിൽ ഇതിനു മുൻപ് മഹാകുംഭമേള നടന്നിരിക്കാം. അങ്ങനെ പ്രയാഗ്രാജിലുള്ള ത്രിവേണി സംഘം എന്ന സ്ഥലം, ഇവിടെയാണ് 144 വർഷം കഴിഞ്ഞ് മഹാകുംഭമേള നടന്നത്. ഏകദേശം 40-ൽ കൂടുതൽ ദിവസം നടക്കും. ഇതിൽ 40 കോടിയിലേറെ ആളുകൾ സന്ദർശിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥ ഒരു നഗരമല്ല. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ സാധിക്കും. ഇത് ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് പോലെ എന്ന് കരുതുക. ആ സ്ഥലത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുവാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സർക്കാർ തന്നെ അവിടെ നിർമ്മിക്കുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ, ആശുപത്രി, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഇങ്ങനെ മഹാകുംഭമേളയ്ക്ക് വേണ്ടി മാത്രം ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചു. ഈ വരുന്ന 40 കോടിയിലേറെ ജനങ്ങളും ഭക്തരാണ്, മതവിശ്വാസികളാണ്. ഇവിടെയാണ് മൊണാലിസ ഭോസ്ലെയുടെ കുടുംബം വരുന്നത്. മൊണാലിസയെ കുറിച്ച് പറയണമെങ്കിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി, വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടി. 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ, അവിടെ പോവുകയാണെങ്കിൽ ഒരുപാട് പേർ രുദ്രാക്ഷമാല വാങ്ങും. അതൊരു ബിസിനസ് ആണ്. അതുകൊണ്ട് മൊണാലിസയുടെ കുടുംബം ഒരുപാട് പണം കടം വാങ്ങുന്നു. അവരുടെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് പണം കടം വാങ്ങി ആ കടം വാങ്ങിയ പണം ഉപയോഗിച്ച് മറ്റൊരാളിൽ നിന്നും കുറച്ച് രുദ്രാക്ഷ മാലകൾ വാങ്ങുന്നു. ഈ മാലകളെല്ലാം മഹാകുംഭമേള എന്ന ഫെസ്റ്റിവലിൽ വിൽക്കുക
നടത്തുകയും അതിൽ നിന്നും ലഭിക്കുന്ന പണം തിരികെ കൊണ്ടുവന്ന് കടം വീട്ടുക, ലഭിക്കുന്ന ലാഭം കൈവശം വയ്ക്കുക. ഇതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ മൊണാലിസ ഭോസ്ലെ, അവളുടെ അച്ഛൻ, സഹോദരൻ എല്ലാവരും 1000 കിലോമീറ്റർ താണ്ടിയുള്ള, അതായത് മധ്യപ്രദേശിൽ നിന്നും അവർ ഉത്തർപ്രദേശിലേക്ക് വരുന്നു. ഇത്രയും ദൂരം വന്ന് അലഹാബാദിനടുത്തുള്ള ത്രിവേണി സംഗമത്തിൽ മഹാകുംഭമേളയിൽ അവർ എത്തുന്നു. ഇവർ വന്ന തുടക്ക ദിവസങ്ങളിൽ എല്ലാം വളരെ സാധാരണമായിരുന്നു. ഈ കുംഭമേളയിൽ പല വിദേശികളും വരും. അതിൽ ഒരാൾ മൊണാലിസയെ കാണുന്നു. അവളുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നു. അവളോട് തന്നെ നേരിട്ട് ചോദിക്കുന്നു, ഇത് യഥാർത്ഥ കണ്ണുകളാണോ അതോ ലെൻസ് വെച്ചിട്ടുണ്ടോ എന്ന്. കാരണം അവളുടെ കണ്ണുകൾ അത്രത്തോളം ഭംഗിയുള്ളതായിരുന്നു. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയും. സൗന്ദര്യം കാണുന്നവന്റെ കണ്ണിലാണ്. എന്നാൽ ആ കണ്ണ് തന്നെ അത്രത്തോളം ഭംഗിയുള്ളതാണെങ്കിലോ? അങ്ങനെ ഒരു കണ്ണായിരുന്നു മൊണാലിസയുടേത്. ഉടൻ തന്നെ ആ വിദേശി അവളുടെ ഫോട്ടോ, അവളുടെ വീഡിയോസ് എടുക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അങ്ങനെ അത് ഇന്റർനെറ്റിൽ വൈറലാകാൻ തുടങ്ങി. മറ്റ് ആക്ടേഴ്സിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇവരൊന്നും ഒന്നുമല്ല, ഈ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന് മുൻപിൽ ഇവരൊന്നും ഒന്നുമല്ല, ഈ പെൺകുട്ടിയാണ് യഥാർത്ഥ ബ്യൂട്ടി, ഇന്ത്യൻ പെൺകുട്ടിക്ക് ഇത്രത്തോളം സൗന്ദര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇവളുടെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം വൈറലാകുന്നു. ഇത് നിങ്ങളുടെ യഥാർത്ഥ കണ്ണാണോ എന്ന ചോദ്യത്തിൽ നിന്നും തുടങ്ങിയതാണ്. പിന്നെ ഇന്റർനെറ്റിൽ അവൾ മുഴുവനായും വൈറലാകാൻ തുടങ്ങി. പിന്നീട് അവളെക്കുറിച്ച് എല്ലാവരും തിരയാൻ തുടങ്ങി. അവളുടെ യഥാർത്ഥ പേര് മൊണാലിസയാണ്, എന്നാൽ കാണാൻ മൊണാലിസയെ പോലെ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. പകുതിയിലേറെ പേർ മഹാകുംഭമേള സന്ദർശിക്കാൻ പോയി, അല്ലെങ്കിൽ അവിടെയുള്ള പുണ്യജലത്തിൽ കുളിക്കാൻ പോയവരാണെങ്കിൽ മറ്റുള്ളവരെല്ലാം പോയത് ഈ പെൺകുട്ടിയുമായി സെൽഫി എടുക്കാനാണ്, അവളെ കാണാനാണ്. മൊണാലിസയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളൊരു സാധാരണ പെൺകുട്ടിയാണ്. ഇങ്ങനെയുള്ള പ്രശസ്തികളൊന്നും അവൾക്ക് അറിയത്തുകൂടെയില്ല. ഫെയിം എന്താണെന്നാൽ എന്തെന്ന് പോലും അറിയാത്ത ഒരു പെൺകുട്ടി. താൻ ഇന്റർനെറ്റിൽ മുഴുവനും ഇങ്ങനെ ഓടിക്കളിക്കുകയാണെന്ന് അവൾക്ക് പോലും ആ സമയം അറിയില്ലായിരുന്നു. അവിടെ വന്ന 40 കോടിയിലേറെ പേരിലും ഇവളായിരുന്നു പ്രശസ്തയായത്. അതും സോഷ്യൽ മീഡിയയുടെ പവർ കാരണം. ഇതുകൊണ്ടൊക്കെ തന്നെ മൊണാലിസയുടെ ഒരു സുഖകരമായ ജീവിതം അവിടെ നഷ്ടമായി. അത്രത്തോളം കോടി ആളുകൾ ഉള്ള ഒരു സ്ഥലം, അവിടെ പകുതിയിലേറെ പേരും അവളെ കാണാൻ വന്നു എന്നുള്ളപ്പോൾ അവളുടെ ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതും ഒരു ചെറിയ പെൺകുട്ടിയല്ലേ. അത്രത്തോളം അവൾ അസ്വസ്ഥത അനുഭവിച്ചു. ഒരുപാട് പേര് സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം വന്നു. അഭിമുഖം എടുക്കുന്നു എന്ന പേരിൽ അവളോട് ചിലർ തെറ്റായി പെരുമാറാനും തുടങ്ങി. അനുചിതമായ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റിയും അവൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അതൊരു സാധാരണ പെൺകുട്ടി ആയതുകൊണ്ട് അവളെ കൊണ്ട് അതൊന്നും കടന്നു പോകാനും സാധിച്ചില്ല. അതും ഈ വരുന്നവരും പോകുന്നവരും എല്ലാം അവളുടെ കൈ പിടിച്ച് വലിച്ചുരച്ച് ഫോട്ടോ എടുക്കാനായി വിളിക്കും, യാതൊരു അനുവാദവും കൂടാതെ. ഇങ്ങനെയുള്ള ഫോട്ടോസും ഇന്റർനെറ്റിൽ വൈറലാകാൻ തുടങ്ങി. അവളും തുടക്കത്തിൽ 1-2 ഫോട്ടോസ് നൽകി. പിന്നീട് അവൾക്ക് ഒന്നും തന്നെ മനസ്സിലാകാതെ അവൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. എന്നാൽ ഈ വരുന്നവർ ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഫോട്ടോ എടുക്കാനായി പിടിച്ചു വലിക്കാൻ തുടങ്ങി. അതായത് വളരെ മോശമായ രീതിയിലാണ് ആ പെൺകുട്ടിയോട് പെരുമാറുന്നത്. അവസാനം ആ പെൺകുട്ടി കയ്യിലുണ്ടായിരുന്ന മാലകളെല്ലാം താഴെ വെച്ച് തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പടർന്നു. അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഒരു വലിയ ഷീറ്റ് എടുത്ത് അവളെ മൂടുന്നു. അത്രത്തോളം ഒരവസ്ഥയിലേക്ക് അവളെ എത്തുന്നു. ഇപ്പോ അവളെ സംരക്ഷിക്കാൻ തന്നെ അവളുടെ അച്ഛനും സഹോദരനും ഒരു വലിയ ജോലിയായി മാറി. ഇപ്പൊ അച്ഛനും സഹോദരനും പറഞ്ഞത്, ഇനി നിന്നെ കൊണ്ട് മാല വെക്കാൻ സാധിക്കില്ല, നീ ടെന്റിൽ തന്നെ ഇരുന്നാൽ മതി, ഞങ്ങൾ പോയി മാല വിറ്റിട്ട് വരാം എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ടത്, ഈ ടെന്റ് ഏരിയയിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. അതിനുള്ളിൽ കിടന്ന് അവൾ ഉറങ്ങുകയാണ്. ഈ സമയത്ത് ഏകദേശം ഒരു 8-9 പേർ ആ ടെന്റിനടുത്തേക്ക് വരുന്നു. പുറത്തുനിന്ന് ഒരു സെൽഫി എടുക്കണം എന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നു. അവളും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ്, നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്നെ വിളിക്കുന്നത്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 9 പേർ ടെന്റിനുള്ളിലേക്ക് കയറി. അകത്തേക്ക് വന്നവർ യാതൊരു അനുവാദവുമില്ലാതെ അകത്ത് കയറി അവളെ പിടിച്ചു വലിച്ച് സെൽഫി എടുക്കാനായി നിർബന്ധിച്ചു. ഇവിടെ വൈദ്യുതിയില്ല, അകത്തേക്ക് കയറരുത്, എനിക്ക് ഭയമാണ്. പല കാര്യങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞാലും ആരും അത് ചെവി കൊണ്ടില്ല. അവളെ ഫോട്ടോ എടുക്കാനായി പിടിച്ചു വലിക്കാൻ തുടങ്ങി. ഈ സമയത്തായിരുന്നു അവളുടെ അച്ഛൻ ആ ടെന്റിനുള്ളിലേക്ക് ഓടിയെത്തിയത്. അവരിൽ നിന്നും അവളെ രക്ഷിക്കാനായി ശ്രമിക്കുന്നു. സഹോദരനും അവിടെ എത്തി. അവിടെ ഉണ്ടായിരുന്നവരെ പറഞ്ഞയക്കാനായി ആ സഹോദരനും ശ്രമിക്കുന്നു. ഇതിനിടയിൽ പോലും ഒരാൾ ഫോണും വെച്ചുകൊണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യണമെന്ന് സഹോദരൻ ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ സഹോദരനെയും മർദ്ദിച്ച് വീണ്ടും ഫോട്ടോ എടുക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. പിന്നീട് എങ്ങനെയൊക്കെയോ ആ ഒരു പ്രശ്നം അവിടെ അവസാനിപ്പിക്കുന്നു. ഇപ്പോ മകളെ എന്ത് ചെയ്യണമെന്ന് പോലും അവർക്കറിയില്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കണം എന്ന് ചിന്തിച്ചു. വരുന്നവരെല്ലാം എന്തോ അവകാശത്തോടു കൂടിയാണ് അവളുടെ അടുത്ത് ഫോട്ടോ എടുക്കാനായി നിൽക്കുന്നത്. മറ്റൊരു കാര്യം ഇൻസ്റ്റഗ്രാമിൽ കണ്ടത്, ഈ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ നോക്കിയാൽ തന്നെ കാണാം, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് ആ പെൺകുട്ടിക്ക് മേക്കപ്പ് ചെയ്തു കൊടുക്കുന്നു.
ഒരു മേക്ക് ഓവർ നടത്തുന്നു, അതും റീൽസ് എടുക്കുന്നു. മറ്റൊരു കൂട്ടത്തിൽ അവൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എന്നാൽ അവളുടെ മുത്തശ്ശൻ പറഞ്ഞത് അവൾക്ക് എന്നാണ് ബർത്ത്ഡേ എന്ന് പോലും ഞങ്ങൾ മറന്നു, അവൾ ജനിച്ച ദിവസം പോലും ഞങ്ങൾ മറന്നു, ഞങ്ങൾ ഇതുവരെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുകൂടെ ഇല്ല എന്ന്. പക്ഷെ ഇവിടെ ഓരോരുത്തരും ആ പെൺകുട്ടിയെ ഉപയോഗിച്ച് ഒരു ബിസിനസ് തന്നെ നടത്തുകയാണ്. വെറും 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ മൊണാലിസയ്ക്ക്. ആ പ്രായത്തിൽ ജനപ്രിയയായി മാറി. പക്ഷെ അവളുടെ ദുഃഖം, ജനപ്രിയായിട്ട് എന്താണ് പ്രയോജനം? എല്ലാവരും സെൽഫി എടുക്കാനാണ് വരുന്നത്, അല്ലെങ്കിൽ അരുതാത്ത രീതിയിൽ സംസാരിക്കാൻ വരുന്നു, തെറ്റായി പെരുമാറുന്നു. ആരും എന്റെ പക്കൽ നിന്നും മാല വാങ്ങുന്നില്ല. ഞാൻ എന്റെ കുടുംബത്തെ സഹായിക്കാനാണ് ഇവിടെ എത്തിയത്. വരുന്നവർ എന്റെ പക്കൽ നിന്നും ഒരു മാല വാങ്ങിയെങ്കിൽ കൂടിയും ഞാൻ സന്തോഷിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആരും ചെയ്തില്ല. ഭക്ഷണം പോലും ശരിയായി കഴിക്കാൻ അനുവദിക്കുന്നില്ല. ഈ വൈറൽ ആയത് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നു എന്ന രീതിയിൽ വലിയ ദുഃഖത്തോടു കൂടിയായിരുന്നു അവൾ പല മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ കൊടുത്തത്. ഇപ്പൊ സംഭവിച്ചത്, മകൾ പ്രശസ്തയായി, എല്ലാവരും അവളെ കാണാനായി വരുന്നു. ഇതെല്ലാം കണ്ട് അച്ഛനും സഹോദരനും ഭയപ്പെടാൻ തുടങ്ങി. അനുചിതമായ പല കാര്യങ്ങളും അവിടെ സംഭവിക്കാൻ തുടങ്ങി. ആരും കുംഭമേളയിൽ പങ്കെടുക്കാനല്ല വരുന്നത്, മകളായ മൊണാലിസയെ കാണാനാണ് വരുന്നത്. ഒരുപക്ഷെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഭയന്ന് അവൾക്കുള്ള സംരക്ഷണം തന്നെ അവിടെ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. അതുകൊണ്ട് ദുഃഖിതനായ മൊണാലിസയുടെ അച്ഛൻ അവളെ തിരികെ ഇൻഡോറിലേക്ക് തന്നെ അയക്കുന്നു. അതും ഒരു വീഡിയോ എടുത്തു. എന്റെ മകൾ തിരികെ പോകുന്നു, ഇവയ്ക്കെല്ലാം കാരണം വൈറലായതാണ്. ഈ വൈറലായത് തന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഞങ്ങളുടെ ജോലി നോക്കി സന്തോഷമായി ജീവിക്കുമായിരുന്നു. ഇപ്പൊ തനിക്ക് തന്റെ കുടുംബത്തെ സഹായിക്കാനും സാധിക്കുന്നില്ല. ഇങ്ങനെ വളരെ ദുഃഖത്തോടുകൂടി മൊണാലിസ പറഞ്ഞു. അടുത്ത ചില ദിവസത്തിൽ ഇവർ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയാൽ അതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അത്രത്തോളം പ്രശസ്തി നേടിയെന്ന് പല നെറ്റിസൻസും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും അതിനനുസരിച്ചതുപോലെ ഇവർക്ക് ചില സിനിമ ഓഫേഴ്സും വന്നിരുന്നു. പക്ഷെ അവൾ അതെല്ലാം നിഷേധിച്ചു. ഇവർ സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് ഉയരങ്ങളിൽ എത്തണമെന്ന് പലരും അവർക്ക് ആശംസകൾ നേരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് സിനിമ വേണ്ടെങ്കിൽ നിന്റെ സൗന്ദര്യത്തിനെ നീ മോഡലിംഗ് ചെയ്യണമെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അവൾക്ക് അവളുടെ സൗന്ദര്യം തന്നെ ഒരു ആപത്തായി മാറിയിരിക്കുകയാണ്. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പവർ. എത്രത്തോളം നമ്മളെ ഉയർത്താൻ കഴിയുമോ അത്രത്തോളം നമ്മെ താഴെ തള്ളിയിടാനും സാധിക്കും. അത് മൊണാലിസയുടെ ഒരു കഥയിലൂടെ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരാളെ നിങ്ങൾ ഫേമസ് ആക്കി എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും അതിനവർ ഉത്തരവാദികളാകില്ല. അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള ഡിസിഷൻ നിങ്ങളല്ല എടുക്കേണ്ടത്. അതൊക്കെ അവരുടെ മാത്രം അഭിപ്രായവും അവകാശവുമാണ്. ആ പെൺകുട്ടിയോ അവളുടെ കുടുംബമോ അവളെ വൈറലാക്കാൻ ആവശ്യപ്പെട്ടിട്ടേയില്ല. നിങ്ങൾ തന്നെയാണ് അവളെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം വൈറലാക്കിയത്. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കേണ്ട ആവശ്യം ആ പെൺകുട്ടിക്കില്ല. അവൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് അവളുടെ മാത്രം അടിസ്ഥാനപരമായ അവകാശമാണ്. അതിനാൽ നിങ്ങൾ ആദ്യം ആ പെൺകുട്ടിക്ക് ഒരല്പം സ്വാതന്ത്ര്യം നിറഞ്ഞ ഒരു സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുക. അവളുടെ പഴയ സന്തോഷകരമായ ജീവിതം തിരികെ കൊടുക്കുകയാണ് വേണ്ടത്. ഈ വൈറൽ ഗേൾ മൊണാലിസയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും, സോഷ്യൽ മീഡിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.